രക്തം ചിന്തിയും ആവേശത്തോടെ ഏറ്റുപറയേണ്ട ഒരു സംഗതിയാണ് വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം, ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള ജീവിതം. ഇതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 36 മുതൽ 38 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികരായ അനേകം വിശുദ്ധാത്മാക്കൾ ഈ വിശ്വാസത്തെ ഏറ്റുവാങ്ങിയപ്പോൾ, ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ പരിഹാസത്തെ ഭയന്നോ? അവർ പിന്നെ രോഗത്തെയും ദാരിദ്ര്യത്തെയും ഞെരുക്കത്തെയും നിന്ദാവാക്കുകളെയും ദുഷിവാക്കുകളെയും ഭയപ്പെട്ടിരുന്നുവോ? അവർ ഈ ലോക ജീവിതത്തിന് വേണ്ടി വിശ്വാസം ത്യജിക്കാൻ തയ്യാറായോ? ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവിത വെളിപ്പെടുത്തുകയാണ്. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു. ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ വിശ്വാസം നിസ്സാരമായ സംഗതിയല്ല, ഒരു അഗ്നി അഭിഷേകമാണിത്. ഈ ഒരു അഭിഷേകം ഞാൻ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ ലോകത്തിലെ 100% ആളുകളും നിന്ദാവചനങ്ങൾ ഉച്ചരിച്ചാലും നിഷേധവാക്കുകൾ പറഞ്ഞാലും നിരുത്സാഹപ്പെടുത്തിയാലും പിന്നോട്ട് വലിച്ചാലും ശരി, ഞാനും നിങ്ങളും ഈ വിശ്വാസത്തിൽ അടിക്കടി ആവേശം കൊണ്ട് ഈ വിശ്വാസത്തിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തക്കവണ്ണുള്ളൊരു ശക്തിയാണ്, ഒരു അഭിഷേകമാണ് സ്വർഗത്തിലെ ആത്മാവ് ഈ വിശ്വാസം ഏറ്റുവാങ്ങുന്ന ഓരോ മകനും ഓരോ മകൾക്കും നൽകുന്നത്. വിശുദ്ധ ലിഖിതം വീണ്ടും തുടരുകയാണ്. വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ ഹോമിക്കപ്പെട്ട ഒരു ഗോളത്തിലാണ്, ഒരു ഗ്രഹത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ വിശ്വാസത്തിൽ ആവേശം കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ, ഈ വിശ്വാസത്തിന് വേണ്ടി പരിഹാസങ്ങളും നിന്ദങ്ങളും സഹിക്കേണ്ടി വരുമ്പോൾ എൻ്റെ നിങ്ങളുടെ ഹൃദയം ദുർബലപ്പെടരുത്. അപ്പോസ്തലനായ പത്രോസ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുലിഖിതത്തിൽ ലോകത്തിലുള്ള സകല ക്രിസ്ത്യാനികളോടുമായി പ്രഖ്യാപിക്കുകയാണ്, ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അവൻ അതിൽ ലജ്ജിക്കാതിരിക്കട്ടെ. മറിച്ച് ക്രിസ്ത്യാനി എന്ന നിലയിൽ പീഡകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടട്ടെ. ഒരു അഭിമാനം ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി നഷ്ടങ്ങൾ സഹിക്കുന്ന അഭിമാനം, വേദന സഹിക്കുന്ന അഭിമാനം, രക്തം ചിന്തുന്നുള്ള അഭിമാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളാണ്. എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ദേശങ്ങളിലും, എല്ലാ ഗോത്രങ്ങളിലും, എല്ലാ വർഗങ്ങളിലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുവാങ്ങിയ ദൈവമക്കളെ അതാത് ദേശങ്ങൾ, ഗോത്രങ്ങൾ, വംശങ്ങൾ പീഡിപ്പിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഈ വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറാഖിലെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇറാഖിൽ ഒരു പള്ളിയിൽ ദൈവജനം ഒരുമിച്ച് കൂടി ഞായറാഴ്ച ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു പറ്റം ഭീകരവാദികൾ ദേവാലയത്തിൻ്റെ ആനവാതിക്കലേക്ക് വന്നു. അപ്പോൾ ഒരച്ഛൻ അവിടെ കുമ്പസാരക്കൂട്ടിൽ ജനത്തെ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരച്ഛൻ അതാ അൾത്താരയിൽ ബലിയർപ്പണത്തിന് വേണ്ടി ആഗതനായിരിക്കുകയാണ്. ദൈവജനം ഏതാണ്ട് ഒരു 150ഓളം വരുന്ന ദൈവജനം ആ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ബലിയർപ്പണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പൊടുന്നനെ തോക്കുകളുമായി ദേവാലയത്തിൻ്റെ ആനവാതിലിൽ ഇതാ ചില സാമൂഹ്യ ദ്രോഹികൾ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ കുമ്പസാരക്കൂട്ടിരുന്ന അച്ഛൻ എഴുന്നേറ്റ് എന്ന് അവരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ജനത്തെ ദ്രോഹിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, പക്ഷെ ദൈവത്തിൻ്റെ ജനത്തെ ഉപദ്രവിക്കരുത്. ഉടനെ ആ സാമൂഹ്യ ദ്രോഹികൾ ആ വൈദികനെ ആ ദേവാലയത്തിൻ്റെ ആനവാതിക്കൽ തന്നെ വെടിവെച്ചിട്ട് അവിടെ കൊല ചെയ്ത്. ഇത് കണ്ടുകൊണ്ട് ആൾത്താരയിൽ കർത്താവിൻ്റെ ദാസൻ നിൽക്കുകയാണ്.
ആൾത്താരിൽ അച്ഛൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഈ ദാനവാതിക്കലേക്ക് വന്നു. അവരോട് പറഞ്ഞു, ദൈവജനത്തെ ഉപദ്രവിക്കരുത്, ദൈവജനത്തെ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, ദൈവജനത്തെ ഉപദ്രവിക്കരുത്. ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭീകരവാദികൾ അല്ലെങ്കിൽ ആ സാമൂഹ്യദ്രോഹികൾ ആ വൈദികനെയും കൊല ചെയ്ത്, പിന്നെ ദേവാലയത്തിൽ അവർ തലങ്ങും വിലങ്ങും വെടിവെച്ച് 170-ലധികം വിശ്വാസികളെ അവർ കൊല ചെയ്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ശവക്കൂനയാക്കി അവർ മാറ്റി. ഇറാഖിലുള്ള ഒരു ക്രിസ്തീയ ദേവാലയത്തിലെ ഒരു സാഹചര്യമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി ഇറാഖിലെ പള്ളികളിൽ വിശ്വാസികൾ ബലിയർപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടാൻ പ്രയാസമായിരിക്കുമെന്ന്. എന്നാൽ എന്താ സ്ഥിതി? മുമ്പത്തേക്കാൾ ഇരട്ടി തീഷ്ണത, മുമ്പത്തേക്കാൾ ഇരട്ടി ആവേശം. മരിക്കാൻ റെഡിയായി ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ ദൈവജനം തടിച്ചുകൂടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ഓരോരുത്തരും കുർബാനിക്കുമ്പോൾ അവർക്കറിയാം, ഒരുപക്ഷെ സാമൂഹ്യദ്രോഹിയെ ശല്യം ഉണ്ടാക്കിയേക്കാം, ഒരുപക്ഷെ സാമൂഹ്യദ്രോഹി കൊല ചെയ്തേക്കാം. ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ഒന്ന് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാൻ ആയുധങ്ങളോ തിരിച്ച് കൊല ചെയ്യാനുള്ള കൊലയായുധങ്ങളോ ആയിട്ടല്ല വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പോകുന്നത്, മരിക്കാൻ തയ്യാറായി പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്ക് പറഞ്ഞാൽ, ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ആളുകൾ മുമ്പന്നത്തേക്കാൾ അധികമായി കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 100,000 വിധത്തിൽ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിത മേഖലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ജീവൻ ത്യജിക്കേണ്ട ആളുകൾ വളരെ ചുരുക്കമേ ലോകത്തിലുള്ളെങ്കിലും, അല്ലെങ്കിൽ വളരെ തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ ഒരു വലിയ തീക്ഷ്ണതയുള്ളവർക്ക് ലഭിക്കുന്നുള്ളൂവെങ്കിലും, അനുദിന ജീവിതത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ, അഡ്മിഷന് പോകുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ, ബസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ, കടയിൽ ചെല്ലുമ്പോൾ, ഓരോ അനുദിന ജീവിതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും വെച്ച് ഈ വിശ്വാസത്തെ പ്രതി ദുഷിക്കപ്പെടുന്നവർ, അപമാനിക്കപ്പെടുന്നവർ, നിന്ദിക്കപ്പെടുന്നവർ, അതെല്ലാം ആവേശത്തോടെ ഏറ്റുവാക്കി യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർ ആയിരക്കണക്കിനുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നീ നിന്റെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി ദുർബലനാക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ വേദനിപ്പിക്കപ്പെടുകയോ ചെയ്ത് നീ ഇന്ന് അല്പം ക്ഷണമറ്റ് പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ വിശ്വാസ മേഖലയിൽ ദുർബലനായിരിക്കുകയാണോ? ഇതാ ദൈവത്തിന്റെ വചനം എന്നെയും നിങ്ങളെ തൊട്ട് കുലുക്കി ഉണർത്തി പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാം തിരുലിഖിതം, അവർ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിയാത്തത് കൊണ്ട് ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അഗ്നി അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വർഷിക്കണമേ. വിശ്വാസ മേഖലകളിൽ ജ്വലിക്കുന്നൊരു അനുഭവം, ഓ മന്ദിച്ചിരിക്കുന്ന ഹൃദയങ്ങൾ, മങ്ങിപ്പോയ ഉണർവ്, തീഷ്ണത നഷ്ടപ്പെട്ടു പോയ ഹൃദയങ്ങൾ, മന്ദത, മരവിപ്പ്, പിന്മാറ്റത്തിൻ്റെ ചിന്തകൾ, ഇങ്ങനെയുള്ള മേഖലകളിൽ ദുർബലപ്പെട്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും ഇപ്പോൾ കൃപയുടെ അഭിഷേകം നിറയട്ടെ, വിശ്വാസ ജ്വലനം നിറയട്ടെ, ആത്മാവിൻ്റെ അത്ഭുത ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം, പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. ഹല്ലേലൂയ. ഉന്നത അഭിഷേകം നിറയട്ടെ, ഹൃദയങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, അഭിഷേക ശക്തിയെ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന, രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൂടെ വസിക്കുന്ന ദൈവം
സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമീ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. വിജയം വരിക്കുന്നവന് ഞാൻ ജീവന്റെ കിരീടം നൽകും. വെളിപാട് പുസ്തകത്തിലെ ഉന്നതമായ ഒരു വാഗ്ദാനമാണത്. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കുക. വിശ്വാസത്തെ മുറുകെ പിടിക്കാനും വിശ്വാസത്തിന് വേണ്ടി വരുന്ന എല്ലാ കഷ്ടതകളും ടെൻഷനും സങ്കീർണതകളും മനപ്രയാസങ്ങളും വലിയ ആവേശത്തോടെ ഏറ്റെടുക്കാനുള്ള അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ, ഉന്നതാഭിഷേകം വ്യാപരിക്കട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ, വിശ്വാസത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, ദൈവകൃപ കൊണ്ട് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. രോഗപീഠകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ തരത്തിലുള്ള പൈശാചികതകളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന കലഹത്തിൻ്റെ അരിവുകളെ യേശു നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മരവിപ്പ്, മന്ദത, ദേവാലയത്തിൽ പോകാൻ താല്പര്യമില്ലായ്മ, വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള വിമുഖത യേശു നാമത്തിൽ വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന.